ഹലോ, ഇന്ന് സാമ്പാർ സാദത്തിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു 1.25 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന റൈസോ ബിരിയാണി റൈസോ ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സാധാരണ ചോറ് വെക്കുന്ന പൊന്നി റൈസ് ചെറിയ ടൈപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പരിപ്പും റൈസും കൂടിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ റൈസ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 7 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു ചെറിയ 2 പൊട്ടറ്റോ കുറച്ച് വലിയ പീസായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് കടുക്, കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളി ഞാനിവിടെ നേരാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 5-6 മണി കുരുമുളക് ഇട്ടാൽ മതി. കുരുമുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും ബീൻസും കുറച്ച് വലുതായിട്ട് അരിഞ്ഞത്, അതും മാത്രമേ ഇത്രയും വെജിറ്റബിൾസേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ക്യാരറ്റ്, ബീൻസ്, പൊട്ടാറ്റോ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. റൈസിനും പരിപ്പിനുമുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു മീഡിയം ടൈപ്പ് സവാള കുറച്ച് വലിയ പീസായി അരിഞ്ഞത്, 2-3 പച്ചമുളക് നടുവ് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, ഒരു 2 ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി കുറച്ച്, പിന്നെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി, വളരെ കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ, പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ പച്ചക്കറികളെല്ലാം വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അതൊരു നല്ല ഫ്ലേവർ തരും. അപ്പോൾ അടച്ച് വെച്ച് ഇതൊക്കെ ഒന്ന് വേവിക്കുക. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ റൈസും പരിപ്പും ഒക്കെ ഒന്ന് 5 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ തന്നെ റിലീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ, വളരെ ചെറിയ കഷ്ണം. അപ്പോൾ നമ്മുടെ റൈസും പരിപ്പും ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം. ഈ വെന്ത് കഴിഞ്ഞ പരിപ്പും റൈസും കൂടി നമ്മൾ ഈ വെജിറ്റബിളൊക്കെ വേവിച്ച ഗ്രേവിക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുമെന്ന് വെച്ചാൽ ഇത് കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തിളപ്പിച്ച് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു ചെറുതായി ഒന്ന് തിള വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 പ്രാവശ്യം നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണായിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ലാസ്റ്റ് കുറച്ചും കൂടി മല്ലിയിലയും കുറച്ചും കൂടി നെയ്യും കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ സാദം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേറ്റിൽ സാമ്പാർ സാദം എടുത്തിട്ട് അതിൽ കുറച്ച് ചെറുതായി പൊടിയായി അരിഞ്ഞ സവാളയും കുറച്ച് നെയ്യും മുകളിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് സാലഡ് മാത്രം ഉണ്ടാക്കിയാൽ ആവശ്യമുള്ളൂ നമുക്ക് കഴിക്കാൻ. പിന്നെ അപ്പോൾ ഞാനിവിടെ കുറച്ച് കൊണ്ടാട്ടും പപ്പടവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് വെച്ചു എന്ന് മാത്രം. കുറച്ച് രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ കൂടെ വെച്ചു. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യണ രീതി കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടോളൂ. ഓക്കെ, ബൈ ബൈ.